മനുഷ്യൻ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കവിയൂർ എന്ന സ്ഥലത്തുള്ള ഒരു ഗുഹാക്ഷേത്രത്തെക്കുറിച്ചാണ്. 8-ാം നൂറ്റാണ്ടിലാണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. തൃക്കാക്കുടി ഗുഹാക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ വടക്കു മാറി കാണപ്പെടുന്ന വലിയ 2 പാറകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലും കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണ ചുമതലയിലുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് ഇത്. തിങ്കൾ ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടെ സഞ്ചാരികൾക്ക് വന്ന് ഈ ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും. വലിയ പാറയിൽ ഏകദേശം 20 അടി വ്യാസത്തിൽ വലിയ ഗുഹ പാറ തുരന്ന് ഉണ്ടാക്കി അതിനുള്ളിൽ ഏകദേശം 3.5 അടി പൊക്കമുള്ള ഒരു ശിവലിംഗമാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അതിവിസ്താരമായിട്ടുള്ള ഒരു ഗുഹയാണ് ഇത്. ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള കൽപ്പടവുകളും ഒക്കെ ഇതിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പുരാവസ്തുവിൻ്റെ സംരക്ഷണ ചുമതലയിൽ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കവാടം കമ്പിയഴികളിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും എത്തുന്ന സഞ്ചാരികൾക്ക് ക്ഷേത്രത്തിനുള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാനായിട്ടും ശിവലിംഗം കാണാനായിട്ടും സാധിക്കും. ക്ഷേത്രത്തിന് ഉള്ളിൽ 2 ദ്വാരപാലകന്മാരും കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ ഗണപതി ഇവിടെ ഒരു പ്രതിഷ്ഠയും ശ്രീശ്വരൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ 2 പാറകളുടെ ഇടയിലായിട്ട് ഒരു കുളവും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്ത് ഈ 2 പാറകളിലും കൂടി ഒലിച്ചെത്തുന്ന വെള്ളം ഈ തടാകത്തിൽ എത്തുകയും അവിടുന്ന് ചെറിയ കൈവഴിയായിട്ട് താഴോട്ട് ഒഴുകിപ്പോവുകയും ആണ് ചെയ്യാറുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. 8-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതുന്നു. പഞ്ചപാണ്ഡവർ ഈ പ്രദേശത്ത് വരികയും അവരാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നും കരുതപ്പെടുന്നു. പല്ലവ രഥ ശില്പശൈലിയിലാണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പാറയുടെ സൈഡിൽ കൂടി ഉള്ള പാതയിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 പാറകളുടെ മുകളിൽ എത്താം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ പാറ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നത്. കവിയൂർ എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ഭംഗികളും ദർശിക്കാനായിട്ട് ഈ പാറയുടെ മുകളിലെത്താൻ സാധിക്കും. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വഴി തിരഞ്ഞെടുക്കാം. പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതുപോലെ നല്ല ഇളം കാറ്റുകളും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. സർക്കാർ ഈ വേണ്ട വിധത്തിൽ ഇത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ജഡായുപ്പാറ പോലെ ഈ പാറയും വളരെ മനോഹരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. വലിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഭാവിയിൽ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തും. ഇപ്പം ഗുഹാക്ഷേത്രം ഉള്ള പാറയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ആ 2 പാറകൾക്കിടയിലായിട്ട് കാണുന്ന വൃക്ഷങ്ങളാണ് അവിടെ. തീർച്ചയായിട്ടും 5.5 ഏക്കർ വിസ്തൃതിയുള്ള ഈ പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ചുറ്റിനും പച്ചപ്പ് പുതഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാനായിട്ട് മനസ്സിന് കുളിർമ നൽകുന്ന ദൃശ്യങ്ങളൊക്കെ ഈ പാറമുകളിൽ നിന്നാൽ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.